കീഴ്വായ്പൂര് 130 നമ്പർ അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം ശ്രദ്ധേയമായി. മധുരം നൽകിയാണ് പുതിയ കൂട്ടുകാരെ ടീച്ചർ ഷീജാമോൾ സ്വീകരിച്ചത്. കരഞ്ഞും കളിച്ചും ബലൂണുകൾ പൊട്ടിച്ചുമാണ് കീഴ്വായ്പൂര് 130 നമ്പർ അങ്കണവാടിയിലെ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ പങ്കാളികളായത്. മാതാപിതാക്കളുടെ തോളിലേറി പുത്തനുടുപ്പും ബാഗും പിടിച്ച് എത്തിയ കുരുന്നുകൾക്ക് ടീച്ചർ ഷീജാമോൾ മിഠായി നൽകി സ്വീകരിച്ചു. അലങ്കരിച്ചിട്ടിരുന്ന അങ്കണവാടി കണ്ടപ്പോൾ ഭൂരിപക്ഷം കുരുന്നുകളും മാതാപിതാക്കൾക്കൊപ്പം അവിടെ ഇരുന്നു. ചിലർ കരയുവാനും മറന്നില്ല. ഇതിനിടെ അങ്കണവാടി ഹെൽപ്പർ ലളിത ചേച്ചി സദ്യകൂട്ടങ്ങൾ ഒരുക്കുന്ന തിരക്കിലുമായിരുന്നു. തുടർന്ന് നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ടീച്ചർ ഇവിടെ പറഞ്ഞ് കുട്ടികളുടെ ഒരു അംഗൻവാടി കൊണ്ടുവന്ന അതിൻ്റെ കാര്യങ്ങൾ 3-ാം വയസ്സിൽ കൊണ്ടുവന്ന തൊട്ടുള്ള ഒരു കുട്ടികളെ വീടുകളിൽ ഒരു രക്ഷകർത്താക്കൾ അറിയുന്നതിനെ കൂടുതൽ കാര്യങ്ങൾ ഈ അംഗൻവാടി വരുന്ന ടീച്ചർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ആ കുട്ടിയുടെ പോരായ്മകളും കണ്ടുപിടിക്കാൻ, കുട്ടി ഏതൊക്കെ ടാലൻ്റ് ഉണ്ടോ അതും കണ്ടുപിടിക്കാൻ ഈ അംഗൻവാടി വഴിയാണ്. നമ്മുടെ രക്ഷകർത്താക്കൾക്കായി കൂടുതൽ ഒരു ടീച്ചറിന് അത് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഇവിടെ കൂടുതൽ കുഞ്ഞുങ്ങളെ നമ്മൾ അംഗൻവാടിയിൽ ചേർക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള വിദ്യാഭ്യാസം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൂടുതൽ കളികളും കഥകളും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കുട്ടികൾക്ക് വിജ്ഞാനം നൽകുകയാണ്. അംഗൻവാടി അധ്യാപിക ഷീജാമോൾ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കുട്ടികള് സ്കൂളിൽ വിടുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ പലർക്കും അറിയാം, നമ്മുടെ കൂട്ടത്തിലുള്ളവര് സ്കൂളിൽ കൊണ്ടുവിട്ട കുട്ടികളുടെ അമ്മമാർക്ക് അറിയാം അവരേത് രീതിയിലായി, എന്തായി, എങ്ങനെയായിരുന്നു ആദ്യം കൊണ്ട് നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ച സമയത്ത് കുട്ടികളുടെ അവസ്ഥ. ഇപ്പൊ ധൈര്യമായിട്ട് കൊണ്ട് വിട്ടിട്ട് വന്നിരിക്കാം, സമാധാനത്തിനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അംഗൻവാടിയിൽ വിടേണ്ട അതിൻ്റെ ഒരു സാഹചര്യം അമ്മമാരൊന്നും മനസ്സിലാക്കണം. നമ്മൾ 3-6 വയസ്സ് മുതൽ 3 വയസ്സ് വരെ കുട്ടികൾ നമ്മളുടെ THRSന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആ കുട്ടികൾക്ക് നമ്മൾ അമൃതം പൊടി കൊടുക്കുകയും 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളെ അംഗൻവാടി പ്രീ സ്കൂൾ ലിസ്റ്റിൽ, അതായത് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസമാണ് നമ്മൾ അംഗൻവാടി വഴി കുട്ടികൾക്ക് നൽകുന്നത്. ലളിത PG, ദിവ്യ പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കഴിഞ്ഞ വർഷം പഠിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷമാണ് കുട്ടികളും മാതാപിതാക്കളും പിരിഞ്ഞത്.